മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളമാണ് കേട്ടോ. എന്താണ് മലയാളം? മലയാളത്തിൽ ഏത് അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്? ത എന്നുള്ള അക്ഷരമാണ്. ഏതാണ്? ത. ഈ അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? ഏത് അക്ഷരമാണ് പഠിച്ചത്? കണ്ടോ? ഏതാണിത്? റ എന്ന അക്ഷരം. ഇത് ഏത് മലയാള അക്ഷരമാണ്? റ. റ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? തറ പഠിച്ചു, പറ പഠിച്ചു, പറവ പഠിച്ചു, പാറ പഠിച്ചു, താറാവ്, താറാവിനെ പഠിച്ചു അല്ലേ? ഇതൊക്കെ ഈ റ എന്ന അക്ഷരം കൊണ്ടല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ. ഈ റ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഏതക്ഷരാ പഠിച്ചത്? ന എന്ന അക്ഷരം. ഇതേതാണ് അക്ഷരം? ന എന്ന അക്ഷരം. ന കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പന പഠിച്ചു, പിന്നെയോ ആന പഠിച്ചു, പേന പഠിച്ചു, നഖം പഠിച്ചു, പിന്നെയോ നക്ഷത്രം. ഇനിയും ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. പിന്നെ അതൊന്നും കൂടി നമ്മൾ പഠിച്ചു. ഏതാണ്? നാരങ്ങ. ഏതാണ്? നാരങ്ങ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേതാണ് അക്ഷരം? ര എന്ന അക്ഷരം. ര കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? വര പഠിച്ചു, കരടി പഠിച്ചു അല്ലേ? കുതിര, താമര, രഥം. ഈ വാക്കുകളിലൊക്കെ എന്തുണ്ട്? ര എന്ന അക്ഷരമുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ത എന്ന അക്ഷരം. ഏതാണ്? ത. അപ്പം ഈ ത ഉപയോഗിച്ചുള്ള വാക്കുകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? എന്താണ്? തലയാണ് അല്ലേ? കണ്ടോ? തല, രണ്ട് കണ്ണ്, മൂക്ക്, വായ, മുടിയൊക്കെ ഉള്ള ഒരു തല. ഒരു ആൺകുട്ടിയുടെ തല പോലുണ്ട് അല്ലേ ഇത്? അപ്പൊ ഇതെന്താണ്? തല. എന്താണ്? തല. അപ്പൊ തല എന്നെഴുതുമ്പോ ആദ്യ അക്ഷരം ഏതാ വരുന്നത്? ത എന്ന അക്ഷരം. ഏതാണ്? ത. ല. ഇതെന്താ വായിക്ക? തല. ത ല തല. അപ്പൊ നമ്മള് ത കൊണ്ട് പഠിച്ച ആദ്യത്തെ വാക്ക് ഏതാണ്? ത തല. ഏതാ? ത തല. ഇത് ത എന്ന അക്ഷരം, ഇത് ല എന്ന അക്ഷരം അല്ലേ? തല. പാരൻസിനോട് വലിയൊരു ത എന്ന അക്ഷരം സ്ലേറ്റിൽ എഴുതി തരാൻ പറയണം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഇങ്ങനെ വരച്ച് നോക്കണം കേട്ടോ. എന്താണ്? ത. ത തല. ഇതെന്താണ്? ഇതൊരു തത്തയാണ് അല്ലേ? എന്താ തത്തയുടെ കളറ്? പച്ച കളറ്. എന്താണ്? പച്ച. കണ്ടോ? തത്തയുടെ ചുണ്ട് കണ്ടോ? എന്താണ്? റെഡ് അല്ലേ? ചുവപ്പ് കളർ. ഓക്കെ. അപ്പൊ തത്ത എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഒരു സംശയവുമില്ല, ത എന്നാണ് അല്ലേ? ത. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ത. എന്താ വായിക്ക? ത. എന്താ വായിക്ക? തത്ത. ഇതെന്താ വായിക്ക? തത്ത. ത ത തത്ത. എന്താ വായിക്ക? തത്ത. എൻ്റെ കൂടെ വായിച്ചേ, തത്ത. ത തത്ത. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് തവള. എന്താണ്? തവള. അപ്പോ തവളയില് ത എന്ന അക്ഷരമുണ്ട്. തവള എന്ന് എഴുതുമ്പോ ആദ്യത്തെ അക്ഷരം ഏതാണ്? ത. അടുത്തത് വ. ഇതേതാ? ല. ഏതാണ്? തവള. ഇതെന്താ വായിക്ക? തവള. ത തവള. ത വ ള. അതിന്റെ കൂടെ വായിച്ച് ത വ ള. ഇതെന്താ വായിക്ക? തവള. ത തവള. നിങ്ങൾ തവളയെ കണ്ടിട്ടുണ്ടോ? കിണറ്റിലുണ്ടാവും, പിന്നെ പുഴയില്, കുളത്തില് അല്ലേ? അങ്ങനെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്ത്? തവള. എങ്ങനെ തവള കരയാ? പേക്രോം പേക്രോം
എങ്ങനെ കരയാ? പേക്രോം പേക്രോം. നല്ല ചിരിച്ചിരിക്കണ ഒരു തവള അല്ലേ, ഉണ്ട കണ്ണ് അല്ലേ, എന്താ ചിരി. അപ്പൊ തവള എങ്ങനെയാ കരയാ? പേക്രോ പേക്രോ. തവളയിലും ഏതക്ഷരമുണ്ട്? താ എന്ന അക്ഷരമുണ്ട് അല്ലേ. തവളയിലും താ എന്ന അക്ഷരമുണ്ട്. തത്തയിലും താ എന്ന അക്ഷരമുണ്ട്. തലയിലും താ എന്ന അക്ഷരമുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഈ ചിത്രം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മള് റാ എന്ന അക്ഷരം പഠിച്ചപ്പോ ഈ ചിത്രം കണ്ടിട്ടുണ്ട് അല്ലേ. ഏത് ചിത്രമാണിത്? തറ, തറയുടെ ചിത്രം അല്ലേ. അന്ന് നമ്മൾ റാ എന്ന് പഠിക്കാനായിരുന്നു ഈ ചിത്രം എടുത്തത്. ഇന്ന് നമ്മൾ ഏതക്ഷരം പഠിക്കാനാണ്? താ എന്ന അക്ഷരം പഠിക്കാനാണ് കേട്ടോ. അപ്പൊ താ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാണ്? റാ. ഇതെന്താ വായിക്ക? താ റാ, തറ. ഇതെന്താ വായിക്ക? തറ. താ റാ തറ, താ തറ. എൻ്റെ കൂടെ വായിച്ചേ, താ തറ, തറയുടെ ചിത്രമല്ലേ. എന്താ തറ എന്ന് പറഞ്ഞാല്? നമ്മൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിലും സ്കൂൾ ഉണ്ടാക്കുകയാണെങ്കിലും ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ തറ ഇടും അല്ലേ. തറ ഇട്ടിട്ടാണ് പിന്നെ മുകളിലോട്ട് കല്ലും സിമെന്റും ഒക്കെ വെച്ച് കെട്ടുന്നത് അല്ലേ. തറ എന്താണ്? തറ, തറ. ഇതെന്താണ്? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആദ്യത്തെ അക്ഷരം എന്താണ്? താ എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ചിത്രം കാണാം. കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പൂവ് അല്ലേ. ഇത് ഏത് പൂവാണ്? താമര. ഏത് പൂവാണ്? താമര. ഇതെന്താ വായിക്ക? താമര. എന്താണ്? താമര. താമര, താമര. വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണെന്ത്? താമരയുടെ ചെടി അല്ലേ. താമര. താമരയുടെ നിറം എന്താണ്? പിങ്ക് നിറം അല്ലേ. താമര എന്നെഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ത. താമര. താമര. താ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? താമര, പിന്നെയോ തവള, പിന്നെ തറ, പിന്നെ തല പഠിച്ചു അല്ലേ. തല. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? തത്ത പഠിച്ചു. എന്താണ്? തത്ത. തത്തൻ്റെ വാല് കാണുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് ഈ തറ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ തത്തയെ ഇങ്ങോട്ട് വെക്കാം. കണ്ടോ? താമര, തവള, തത്ത, തല, തറ. അപ്പം 1, 2, 3, 4, 5 വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇത് മാത്രല്ല കേട്ടോ, താക്കൊണ്ട് ഇനിയും വേറെ കുറേ വാക്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ താ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, താ എന്ന അക്ഷരമാണോ എന്ന്. അപ്പൊ നിങ്ങൾ ആണെങ്കിൽ ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ഓക്കെ. ഇത് നമ്മൾ ഇന്ന് പഠിച്ച താ എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച താ എന്ന അക്ഷരമാണല്ലേ. അതിവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ ഇന്ന് പഠിച്ച താ എന്ന അക്ഷരമാണോ? ആണോ? അല്ല, ഇത് ഷ എന്ന അക്ഷരമാണ്. ഇത് നമ്മൾ പഠിക്കൂട്ടോ. ഇത് നമ്മൾ ഇന്ന് പഠിച്ച താ എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച താ എന്ന അക്ഷരമാണ്. അപ്പോ 2 താ എന്ന അക്ഷരമായിട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് താ എന്ന അക്ഷരമാണോ? അല്ല, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റാ എന്ന അക്ഷരമാണ്. ഇത് താ എന്ന അക്ഷരമാണോ? നോ, ഇത് ക എന്ന അക്ഷരമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇത് താ എന്ന അക്ഷരമാണോ? അല്ല, ഇത് ചില്ലക്ഷരമായ ർ എന്ന അക്ഷരമാണ് കേട്ടോ.
ഇത് ത എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച ത എന്ന അക്ഷരമാണ്. 1 2 3. എത്ര ത എന്ന അക്ഷരമുണ്ട് ഇവിടെ? 3 ത എന്ന അക്ഷരമുണ്ട്. 1 2 3. അപ്പൊ ഇനി ത എന്ന അക്ഷരം മറക്കൂലല്ലോ. ഇനി നമുക്ക് ത എന്ന അക്ഷരം എഴുതി പഠിക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ. എങ്ങനെയാ ത എന്ന അക്ഷരം എഴുതുക? അതിനു മുമ്പ് നമ്മൾ പഠിച്ച അക്ഷരം ജസ്റ്റ് ഒരു വട്ടം എഴുതി നോക്കുക കേട്ടോ. അപ്പം അത് എഴുതാൻ കിട്ടിയാല് സിമ്പിളായിട്ട് ത എന്ന അക്ഷരം നമുക്ക് എഴുതാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റ എന്ന അക്ഷരം, പിന്നെയോ ന എന്ന അക്ഷരം, പിന്നെയോ ര എന്ന അക്ഷരം. ഈ അക്ഷരം നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ത എന്ന അക്ഷരം എഴുതാൻ കഴിയും. എങ്ങനെയാ ത എന്ന അക്ഷരം എഴുതുക? നമുക്ക് ആദ്യം ഇത് മായ്ക്കാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. ആദ്യം നമ്മൾ റ എന്ന അക്ഷരം എഴുതുക. എന്നിട്ട് ഉള്ളിലൂടെ പോയി വീണ്ടും ഒരു റ എന്ന അക്ഷരം എഴുതിയാൽ ത എന്ന അക്ഷരമായിട്ടോ. ഏതാണ്? ആദ്യം ഒരു റ എന്ന അക്ഷരം എഴുതുക. കൈയെടുക്കാതെ ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. ഒന്നും കൂടെ റ എഴുതുക. താഴോട്ട് വന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. ആദ്യം റ എന്ന അക്ഷരം എഴുതുക. വീണ്ടും മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. കണ്ടോ? റ എഴുതി ഉള്ളിലോട്ട് പോവുക, വീണ്ടും താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. റ എഴുതുക, ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. കണ്ടോ? റ എഴുതുക, ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. റ എഴുതുക, കൈയെടുക്കാതെ ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. ഒരു വരിയും കൂടി എഴുതാട്ടോ. റ എഴുതി ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. റ എന്ന അക്ഷരം എഴുതി ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. റ എന്ന് എഴുതി ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ത എന്ന അക്ഷരമായി. കണ്ടോ? റ എഴുതുക, ഉള്ളിലോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ ഒരു റായും കൂടി വരച്ചാൽ ത എന്ന അക്ഷരമായി. അപ്പോൾ ത എന്ന അക്ഷരം എല്ലാവരും പഠിച്ചെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ത എല്ലാവരും എഴുതാനും വായിക്കാനും പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെ പുതിയൊരു അക്ഷരവുമായിട്ട് വരാം. അതുവരെ ടാറ്റാ.